ഹായ് സൈക്കോ ആംഗ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ പേര് നിസാം. അപ്പോൾ ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആണ്. നമ്മൾ മീൻ കിട്ടിയതിന് ശേഷമായിട്ടാണ് ഇൻട്രോ എടുക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ തുടക്കത്തിൽ തന്നെ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് 1-2 തവണ നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളൂ എന്നിട്ടാണ്. പിന്നെ എൻ്റെ ഒന്ന് സുഖമില്ലാതായി. അപ്പോൾ അതിൻ്റെയൊക്കെ ശേഷം നമ്മൾ 1-2 ദിവസം നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളൂ. ഇതേ കുഴപ്പമില്ലാത്തൊരു മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ബ്ലാക്ക് ഡീപ്പറിൻ്റെ കഴിഞ്ഞൊരു ദിവസം നമ്മൾ ആ ചെമ്പലിനെ പിടിച്ച സെയിം കളർ തന്നെ കേട്ടോ. അപ്പോൾ ഇതിൽ എങ്ങനെ ഇനിയും റിസൾട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പേൾ വൈറ്റ് ഷാർഡാക്കിയിട്ടുണ്ട് കേട്ടോ. ചുമ്പ് കുറച്ച് നേരം കാസ്റ്റ് ചെയ്ത് കലക്ക് കുറച്ച് കൂടുതലാണ്. പിന്നെ ലോ ടൈഡിലോട്ട് പോകുന്നൊരു ടൈമുമാണ്. ഏകദേശം 1 മണിക്കൂർ 1.5 മണിക്കൂർ കൂടി കഴിഞ്ഞാൽ പക്ക ലോ ടൈഡാവും. അപ്പോൾ നമ്മളൊരു പേൾ വൈറ്റ് ഷാർഡാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ അതിൽ ഹാൻഡ് മെയ്ഡ് ജിഗയുടെ കാണുന്നുണ്ട് നമ്മളിവിടെ. ഓക്കെ, പേൾ വൈറ്റ് ആ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഷാഡ് ഒരുപാട് മുന്നേ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഷാഡ് പറ്റ കുറഞ്ഞിരുന്നു. കാരണം സ്ട്രിമ്പും ലൂറൊക്കെ ആയിരുന്നു പിന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഷാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മീൻ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് കുറേ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ ഷാഡ് യൂസ് ചെയ്യുന്നത്. അതും പേൾ വൈറ്റാണ് ഫസ്റ്റ് ടൈം ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. നല്ല ഉടക്കുണ്ട്. ഷാഡിട്ട് കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ്, നല്ല ഉടക്ക് കിട്ടും. ചുമ്പിൻ്റെ ആയിരിക്കും വലിക്കാൻ പറ്റില്ല. നല്ല കൺട്രോൾ ചെയ്യണം. പെട്ടെന്ന് ഉടക്കി പോകുന്നൊരു സാധനം. ഒരു കല്ല് വെള്ളത്തിൽ കിട്ടാൻ എങ്ങനെയാണ് അതുപോലെയാണ് നമ്മൾ ഷാഡ് കാസ്റ്റ് ചെയ്ത് റിട്രീവ് ചെയ്യുന്ന സമയത്ത്. നമ്മളെ കൺട്രോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ബാങ്ക് കല്ലിൻ്റെ ഗ്യാപ്പിൽ പോയി ഉടക്കിക്കാറും. ചുമ്പ് പിന്നെ വേമുക്കായതുകൊണ്ട് അതിൻ്റെ ആ ബോഡീൻ്റെ ഗ്യാപ്പിൽ കയറി ഇരിക്കുന്നതുകൊണ്ട് അത്ര പെട്ടെന്ന് കുടുങ്ങൂല. പിന്നെ അതുപോലെ ഷാഡ് കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു കുറച്ചൊരു ഡെപ്തുള്ള ഏരിയ നമ്മളിപ്പോൾ ആദ്യം കാസ്റ്റ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഒരു 5-10 സെക്കൻഡൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് റിട്രീവ് ചെയ്യുക കേട്ടോ. പിന്നെ റീലാണെങ്കിൽ ഫുൾ ഡ്രാഗ് ഇട്ടിട്ടില്ല. ഷിമാനോയുടെ AX ആണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒരു 90-95% ഇട്ടിക്കണം. ഒരു 5% ഒഴിവാക്കിയാൽ മറ്റൊന്നുകൊണ്ടല്ല. നമുക്ക് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അറിയില്ലല്ലോ, ഇത് കുറേ ഇപ്പോൾ നമ്മളിട്ട് യൂസ് ചെയ്യണം. വലിച്ചിട്ടാൽ മതി. ഇതേമാതിരി ചെയ്താൽ മതി. ഉടക്കി കഴിഞ്ഞാൽ പിന്നെ സ്റ്റിക്കിലിട്ട് കുലുക്കലൊക്കെ മാക്സിമം ഒഴിവാക്കട്ടോ. നമുക്ക് ഇതിങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യുക, ലൈൻ എടുത്തിട്ട് ഒന്നും ഇങ്ങോട്ട് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ അതിന് റിലീസായി കിട്ടും നമുക്ക് ആ കൊടുക്കുന്നു കേട്ടോ. മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ലൂക്കാനയുടെ പ്രെഡേറ്റർ 120 കേട്ടോ. ഈ ഒരു കളറാണ്. കാരണം കുറേ ഷ്രിമ്പ് നമ്മൾ കാസ്റ്റ് ചെയ്ത് ഷാഡ് ഇറങ്ങി ഷാഡ് ഒടക്കി പോയി. നമ്മൾ കണ്ടിട്ടുണ്ടാവും.
അപ്പോൾ ഫ്ലോട്ടിംഗ് ലൂറാണേ. ഇങ്ങനത്തെ ഫ്ലോട്ടിംഗ് ലൂർ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂറ് തന്നെ നമുക്ക് സസ്പെൻഡിങ് ഉണ്ട്, സിങ്കിങ് ഉണ്ട്, ഫ്ലോട്ടിങ്ങും ഉണ്ട്. അതിൽ ഈ ഫ്ലോട്ടിംഗ് ലൂർ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കാസ്റ്റ് ചെയ്തിട്ട് എവിടെയെങ്കിലൊക്കെ ഉടക്കി തട്ടണമെന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പതിയെ പൊങ്ങി വരും. സിങ്കിങ് ലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴോട്ടും പോകില്ല, മുകളിലോട്ടും വരില്ല. എറിഞ്ഞിട്ട് നമ്മൾ വലിച്ചു വരുന്ന സമയത്ത് ഏത് ഡയറക്ഷനിലാണോ നിൽക്കുന്നത് ആ ഡയറക്ഷനിൽ പോയിട്ട് സാധനം അവിടെ അങ്ങനെ നിൽക്കും, പതിയെ താഴോട്ട് പോകുള്ളൂ. സിങ്കിങ് ലൂർ അങ്ങനെയല്ല, നമ്മളെ ഷാഡൊക്കെ എറിയുന്ന പോലെ തന്നെയാണ്. എറിഞ്ഞു കഴിഞ്ഞാൽ നേരെ നമ്മളൊരു കല്ല് വെള്ളത്തിൽ കിട്ടാൻ എങ്ങനെ ഉണ്ടാവും അതേ സ്ഥിതിയായിരിക്കും സിങ്കിങ് ലൂർ കാസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ മാക്സിമം ഫസ്റ്റ് ടൈമൊക്കെ എടുക്കുന്ന ഒരാൾക്കാർ സസ്പെൻഡിങ് ലൂറോ അല്ലെങ്കിൽ സിങ്കിങ് ഒഴിവാക്കിയിട്ട് സസ്പെൻഡിങ്ങോ ഫ്ലോട്ടിങ്ങോ എടുക്കാൻ നോക്കുക കേട്ടോ ലൂറൊക്കെ എടുക്കുന്ന സമയത്ത്. ഏടാ മിസ്സായി. നല്ല തട്ടാട്ടി ഒറ്റ കുലുക്കലിക്കാണ്ട് പോയി. കളാഞ്ചി 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 ഞാൻ പറഞ്ഞില്ലേ കുറെ നേരമായി. കളാഞ്ചി അല്ലേ മാട്ടുകോരെ പൗളുക്കാടാ, പൗളുക്കാണ്. പൗളുക്കാണ്. ഇവിടെ ഒന്നോ ലൂസാണ് വേമ്പ. അതൊക്കെ ഞാൻ അങ്ങോട്ട് വരാൻ പറ്റുമോ നോക്കട്ടെ. കോരയാണ്, മാട്ടുകോരയാണ്. പിടി പൗളുക്കാണ്, ടൈം എടുക്കും. നിങ്ങൾ നോക്കിയിറങ്ങ്, അങ്ങോട്ട് എത്തിക്കാം എത്തിച്ചേരാം. പൗളുക്കാണ്, മിസ്സാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പോയാ ഇല്ല, പൗളുക്കാണ് കണ്ടാ. ആ ഒരടി അടിച്ച് പോയതാ ഫസ്റ്റ്. മറ്റോ നോക്കണ്ട. നിൽക്കട്ടാ നിൽക്ക് അതങ്ങട്ടെ പോണ നോക്കാം. നിൽക്ക് ഞാൻ പറഞ്ഞുതരാം ഈ കൈ തൊടണ്ട. ഒറ്റ ഒക്കുള്ളൂ നിൽക്ക് പറഞ്ഞുതരാം. ഒറ്റ ഒക്കുള്ളൂ, അത് തളരട്ടെ എന്നിട്ട് എടുക്കാം. അടാ ഒറ്റ സിംഗിൾ ഉക്കിലാണ്. അതില്ല, അതൊക്കെ നോക്കാം, തളരെ നോക്കുക. ഇങ്ങനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കട്ടെ. അതില്ല നിൽക്ക് ആ എടുത്തോ പിടിച്ചോ ആറാ അതില്ല നിൽക്ക് കൈ നോക്കണേ, ലൂറാണ്. അവിടെ പിടിച്ചോ കൈ നോക്കിട്ടാ വായ കൈട്ടോ. അതിൻ്റെ നോക്കി കയറി നോക്കി, അതിൻ്റെ ലിപ്പറ ഇട്ടരാ. നിൽക്ക് ആ വിട്ടാള കൈ നോക്കേ. മുള്ളാണ്. അങ്ങനെ നമുക്കൊരു മാട്ടുകാരെ അടിച്ചു കണ്ടിട്ടോ. കൈ ഇടുന്നില്ലേ? ഓക്കെ അല്ലേ? നോക്കി പൊളി. നോക്കിയറേ കയറിയാ? ഓക്കെ നൈസ്.
കയറി പറ്റണം. പൊളി. ഇത് റെക്കോർഡിംഗ് അല്ല നോക്കാം. അപ്പോൾ ദേ നമുക്കൊരു മാട്ടുകോര അടിച്ചിട്ടുണ്ട്. ലൂക്കാനയുടെ പ്രെഡേറ്റർ 120. അത് ക്ലോസ് ആയി കാണിച്ചത്. ഇതാ സിംഗിൾ ഹുക്കാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കളറിനകത്താണ് വേണ്ട. അപ്പോൾ ഈ ഒരു കളറിനകത്താണ് നമുക്കിത് മാട്ടുകോര കയറിയിട്ടുള്ളത്. ഫസ്റ്റ് നല്ലൊരു തട്ട് കിട്ടിയിട്ട് മിസ്സായി. സെക്കൻഡ് കാസ്റ്റിൽ തന്നെ നമുക്ക് കയറി അടിക്കുകയും ചെയ്തു. അതിൻ്റെ ചെളുക്കൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് കയറിയിട്ടുള്ളത്. നല്ല സ്ട്രോങ് ആട്ടത് സംഭവം, നല്ല സ്ട്രോങ് ആയി ഏരിയ. അതുകൊണ്ട് പിന്നെ ഹുക്ക് അങ്ങനെ പറഞ്ഞു പോകുന്നൊന്നുമില്ല. നല്ല 3x സ്ട്രോങ് ഹുക്കാണ് ഇത് നമുക്ക് എടുക്കുന്നത്, അതുകൊണ്ടായിരിക്കണം. അപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് നോക്കാം. ഇനി വെയിറ്റ് മെഷീൻ ഇപ്പോൾ സ്വന്തമായിട്ട് കയ്യിൽ കൊണ്ടടക്കുന്നുണ്ട് കേട്ടോ, എപ്പോഴും മിസ്സാവലാണ്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കുറേ നേരം നമ്മൾ ഷ്രിമ്പ് കാസ്റ്റ് ചെയ്ത് പിന്നെ അതിന് ശേഷം ഒരു കുറച്ച് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്ത് അവസാനമാണ് നമ്മളിത് 120 പ്രെഡേറ്റർ എടുത്ത് യൂസ് ചെയ്ത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവൻ്റെ ഉക്ക് റിമൂവ് ചെയ്തിട്ട് ഒന്ന് വെയിറ്റ് ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കുടയല്ലേ. അപ്പോൾ ഈ ഒരു ലൂറിനകത്താണ് നമുക്ക് മാട്ടുകോര കയറി കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഒന്ന് മാറ്റി വെക്കട്ടെ, അല്ലെങ്കിൽ കാൽമ കയറും. റിപ്ലക്കും കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള മീൻ ഇവിടെ കിട്ടില്ല. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള റോഡ് എന്ന് പറയുന്നത് ലൂക്കാനയുടെ തന്നെ താക്കൂഗാന 8 ഫീറ്റ് റോഡാണ്. മുന്നേ നമ്മളൊരു ചെമ്പല്ലി പിടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് കാസ്റ്റ് ചെയ്യാൻ വന്നത് ഇപ്പോൾ ഒരു 3ാമത്തെ വരാറ്റല്ലേ. ഒരു നമ്മൾ കഴിഞ്ഞ ദിവസം വേറെ സ്ഥലത്ത് പോയി, അവിടെ നിന്ന് സ്ട്രൈക്കൊന്നും കിട്ടിയില്ല. 3ാമത്തെ വരാം. അപ്പോൾ നമുക്ക് താക്കൂഗാന എന്ന് പറഞ്ഞ റെഡ് ഫുജിഗേഡും കാര്യങ്ങളൊക്കെ വരുന്ന 8 ഫീറ്റ് റോഡാണ് നമ്മൾ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഷിമാനോ AX4000 പിന്നെ അതിലുള്ള ബ്രൈഡ് എന്ന് പറയുന്നത് ദുമെക്സ് 8 സ്റ്റാൻഡ് 50 LB ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് കാസ്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക് റോഡിനകത്ത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം. അധികം സമയമൊന്നും ആയിട്ടില്ല. എത്രയുടെ സമയം? 7:15 ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്താണ് നമുക്ക് ഈ ഒരു മീൻ കിട്ടിയിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഇവനെ വലയൊക്കെ കറക്കി അതിന് മുന്നേ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് നോക്കണം. എന്നിട്ട് അതിനുശേഷം വീണ്ടും നമുക്ക് കാസ്റ്റ് ചെയ്യാം. കുഴപ്പമൊന്നുമില്ല. ലോട്ടേഡായിട്ട് പോകുന്ന ഇനി ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറും കൂടി ഉണ്ട് മാക്സിമം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. ഓക്കെ, കാരണം മുന്നൊക്കെ നമ്മൾ ബാറ്ററി ഇട്ട് കൊടുത്തിട്ട് 2-3 സ്കെയിൽ ഇതേപോലെ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട്. ഇതെന്താ പാടാവോ? കുഴപ്പമില്ല, ബാറ്ററി പൊട്ടി വലിച്ചിട്ടൊന്നുമില്ല. മറ്റേ സാധാരണ ഇവിടെ വന്നിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒന്നുമില്ല ബാറ്ററി ഉണ്ടാവില്ല, അല്ലെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടാവും എന്തെങ്കിലും തരത്തിൽ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹെവി മീൻ അടിക്കുന്നൊരു സമയമാണ്. ഇതിൻ്റെ കാര്യം മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഈ സാധനം എന്തായാലും ഉണ്ടായിരിക്കും. യൂണിറ്റ് മാറ്റി KGയിലേക്ക് ആക്കി. അപ്പോൾ നമുക്ക് KGയിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇതിപ്പോൾ തന്നെ ഇട്ട് നോക്കാം, വേറെ ഓപ്ഷൻ ഇല്ല. വേണ്ട കാര്യം 1975. അതിലൊരു 150 ഗ്രാം നമ്മളെ ഈ ലിപ് ഗ്രിപ്പർ ഉണ്ടാവും കേട്ടോ. എങ്ങനെ നോക്കിയാലും 1800 ഉണ്ട്. വേണ്ടിയില്ല, അപ്പോൾ 1800 ഉണ്ട് കേട്ടോ. ഓക്കെ, കാണുന്നില്ല, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ വലയിൽ ഇറക്കിയിട്ട് വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ കുറേ കാലത്തിന് ശേഷത്തെ വല ഒന്ന് നനക്കാൻ പോകട്ടോ. ലോക്ക്ഡൗണിന് മുന്നേ തൊട്ടതാണ് ഈ സാധനം. ഓക്കെ, എന്തായാലും ഇവനെ വെള്ളത്തിൽ ഇറക്കിയിട്ട് നമുക്ക് ഇനി കാസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിപ്പനുണ്ട് ഷാഫി. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മളൊന്ന് കാസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫിഷിങ് ഏകദേശം സ്റ്റോപ്പ് ചെയ്യാനായിട്ടുണ്ട്. കാരണം ഇപ്പോൾ പെട്ടെന്ന് പകല് കൂടുതലപ്പോൾ നമുക്ക് നൈറ്റ് കുറവാണ്. അതുകൊണ്ട് പകൽ പെട്ടെന്ന് വെയിലാവുന്നുണ്ട്, നല്ല രീതിയിൽ തന്നെ വെയിലാവുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ഏകദേശം സ്റ്റോപ്പ് ചെയ്താൽ മട്ടോ. ഇത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്താ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മളെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് എന്താ പറയുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അതിന് തൊട്ടടുത്ത് തന്നെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ഇതുപോലുള്ള കിടിലം വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. രാവിലെ പറഞ്ഞിട്ടുള്ളൂ കോര ഇടുന്ന്. ഇന്ന് രാവിലെ നമ്മളൊപ്പമുള്ളവരോടൊക്കെ പറഞ്ഞിട്ടുള്ളൂ നമുക്ക് കോര അടിക്കാൻ ചാൻസ്. കോര കുറേ നേരം മിസ്സായി. അപ്പോൾ നമുക്ക് വന്ന പാടെ ഞാൻ ഒപ്പമുള്ളവരോട് പറഞ്ഞിട്ടുണ്ട് കോര കുറേ കാലമായി അടിച്ചിട്ട് ടൈമാണ് എന്താ കിട്ടാത്തതെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഇതൊക്കെ എടുക്കുന്ന സാധനം. ശിനോ അടിപൊളി. ഓക്കെ.